Good morning students, welcome to Horario Physics 9th Standard Classroom. Okay, let's learn about physics. Today we will go to our first chapter, Forces in Fluids. നമുക്കറിയാം ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് എന്തൊക്കെയായിരിക്കും നമ്മുടെ ഫ്ലൂയിഡ്സ് ആയിട്ടുള്ളത്. ഫ്ലൂയിഡ്സിന് നമുക്കൊരു ഡെഫിനിഷൻ എന്തായിരിക്കും? ദ മെറ്റീരിയൽസ് ദാറ്റ് ക്യാൻ ഫ്ലോ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് നീങ്ങി പോകുന്നത് അല്ലെങ്കിൽ ഒഴുകി പോകുന്നത് എന്തോ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫ്ലൂയിഡ്സ്. ഓക്കെ, again the material that can flow from one place to another, that is what is called fluid. അത് മാത്രമല്ല കണ്ടീഷൻ, ഒരു കണ്ടീഷനും കൂടി ഉണ്ട് ഫ്ലൂയിഡ് ആവാൻ വേണ്ടിയിട്ട്. എന്താണത്? ദ മെറ്റീരിയൽ ദാറ്റ് ഷുഡ് ഒബ്റ്റെയിൻ ഇൻ ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ. അതായത് നമ്മൾ വെച്ചിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ വോളിയം എന്താണോ അതിലായിരിക്കണം അതെന്ത് ചെയ്യുന്നത്, ഒക്യുപ്പൈ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കുക. ഓക്കെ, നമുക്കറിയാം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 1-2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് ദാറ്റ് ഒരു ഗ്ലാസ് വാട്ടർ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മളൊരു റേസർ ബ്ലേഡിൽ നമ്മൾ സാധാരണ മുറിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധാ ബ്ലേഡ്, ആ ബ്ലേഡ് നമ്മൾ എന്ത് ചെയ്തു, പരത്തി മുകളിൽ പതുക്കെ വയ്ക്കുക. വാട്ട് വിൽ ഹാപ്പൻ? എന്താ സംഭവിക്കുക? അത് താഴേക്ക് പോകുമോ? ഇല്ല, അത് മുകളിൽ എന്ത് ചെയ്യും, ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഒരു ബ്ലേഡ് ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലോട്ടായി കിടക്കും. അതിൻ്റെ കാരണം എന്താ? വി സ്റ്റഡി അബൌട്ട് ദ റീസൺ, ദാറ്റ് ഈസ് സർഫസ് ടെൻഷൻ. ഓക്കെ, സർഫസ് ടെൻഷനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 8ാം ക്ലാസ്സിൽ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ കൂടിയുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. ഒരു ഷിപ്പ് ഒരു കടലിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കണം. എ ഷിപ്പ് ഈസ് സെയിലിംഗ് ഓവർ ദ സീ. ഒരു ഷിപ്പിൻ്റെ വെയിറ്റ് ഒക്കെ എത്ര ആയിരിക്കും? ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒന്ന് ഊഹിച്ച് നോക്കിയാൽ ഒരു ഷിപ്പിന് എത്രത്തോളം വെയിറ്റ് ഉണ്ടാവും, എത്രമാത്രം വെയിറ്റ് ഉണ്ടാവും. ഒരു ഷിപ്പിൽ എന്തൊക്കെ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, പെട്രോളിയം ഒബ്ജക്ട്സ് അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്ട്സ് വരെ കൊണ്ടുവരുന്നത്, വലിയ വലിയ കാർഗോസ് കൊണ്ടുവരുന്നത്, ഇങ്ങനത്തെ എല്ലാം ചെയ്യുന്നത് ഷിപ്പിലാണ് സ്വാഭാവികമായിട്ടും. അങ്ങനെയാണെങ്കിൽ അത്രയും വെയിറ്റ് ക്യാരി ചെയ്യുന്ന ഷിപ്പിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും? ടൺ കണക്കിന് വെയിറ്റ് ആയിരിക്കും. നമ്മൾ വെയിറ്റിലൊരു സാധനം സാധാരണ വെള്ളത്തിലിട്ടാൽ താഴ്ന്നു പോകല്ലേ ചെയ്യാറ്, പിന്നെന്താ ഷിപ്പ് താഴ്ന്നു പോകാത്തത്? അതിൻ്റെ റീസൺ എന്തായിരിക്കും? അതിൻ്റെ റീസൺ ദാറ്റ് ഈസ് ഡെൻസിറ്റി. ഡെൻസിറ്റിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുൻപത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡെൻസിറ്റി? നമുക്ക് നോക്കാം. ഓക്കെ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡെൻസിറ്റിയെ നമ്മൾ എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തത്, അത് വെച്ചിട്ട് തുടങ്ങാം. നമുക്ക് ഡെൻസിറ്റി എന്താന്ന് പറയുന്നത്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം, റൈറ്റ്? സോ നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ട്, എന്ത് ഒബ്ജക്റ്റോ ആയിക്കോട്ടെ, എനിത്തിങ്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളിൽ വെള്ളം തന്നെ എടുക്കാം, നമ്മളെ നോർമൽ വാട്ടർ തന്നെ എടുക്കാം. നമ്മളൊരു വാട്ടർ ഒരു എന്തെങ്കിലും ഒരു ഗ്ലാസ്സിലോ എന്തെങ്കിലും ഒരു കണ്ടെയ്നറിലോ ഒക്യുപ്പൈ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ തന്നെ എന്തുണ്ടാവും, ഒരു വോളിയം ഉണ്ടാവും. നമ്മൾ ആ കണ്ടെയ്നറിൽ അത് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു വോളിയം ഉണ്ടാവും, അതിനൊരു മാസ് ഉണ്ടാവും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്രത്തോളം കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു? നോർമലി നമ്മുടെ മാസിൻ്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്രാമിലേക്ക് ആക്കാൻ എന്താ ചെയ്യുക? ഗ്രാമിലേക്ക് ആക്കണമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്താൽ മതി. കിലോഗ്രാമിന് ഗ്രാമിലേക്ക് ആക്കുന്ന സമയത്ത് 1000 ഇതാവും. അപ്പോൾ ഗ്രാം പെർ മീറ്റർ ക്യൂബിന് അപ്പോൾ എന്ത് സംഭവിക്കും? സിമിലർലി സെൻറ്റിമീറ്റർ ക്യൂബായിട്ട് മാറും. ഓക്കെ, സോ ഒരു ചോദ്യം കൂടി. എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക അല്ലെങ്കിൽ താഴ്ന്നു കിടക്കുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡെൻസിറ്റിയാണ് അതിൻ്റെ റീസൺ എന്നുള്ളത്. അപ്പോൾ ഡെൻസിറ്റിയുടെ ഡിഫറൻസ് വെച്ചിട്ട് എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക താഴ്ന്നു കിടക്കുക, എൻ്റെ ചോദ്യം അതാണ്. അപ്പോൾ ഡെൻസിറ്റി ഡിഫറൻസ് വെച്ചാൽ ഞാൻ 2 ഒബ്ജക്ട്സ് എടുത്തു. സിമ്പിളായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കെറോസിൻ എടുത്തു. കെറോസിൻ എന്താ? നമ്മുടെ സാധാ മണ്ണെണ്ണ, നമ്മളെ വീടുകളിലൊക്കെ തീ കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന മണ്ണെണ്ണ എടുത്തു. കെറോസിൻ എടുത്തു. നമ്മുടെ സാധാ വാട്ടർ എടുത്തു, സാധാ വെള്ളം. പിന്നെ എന്ത് ചെയ്തു? സാലൈൻ വാട്ടർ എടുത്തു. എന്താ സലൈൻ വാട്ടർ? ഉപ്പ് വെള്ളം. വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കലക്കിയാൽ മതി, അപ്പോൾ സലൈൻ വാട്ടറായി. ഈ 3 ഒബ്ജക്ട്സ് ഉണ്ട്. ഇത് 3 ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഓരോ ഒബ്ജക്ട്സിനും വേറെ വേറെ ഡെൻസിറ്റി ആവും മാറും. ചിലപ്പോൾ ഈക്വൽ ആവാം, പക്ഷേ ഈ 3 എന്താണ്, ഡിഫറെൻറ്റ് ഡെൻസിറ്റീസ് ആണ് ഉള്ളത്. ഇനി എൻ്റെ ചോദ്യം സിമ്പിളായി ചോദിക്കുകയാണ്, വെള്ളത്തിലോട്ട് കെറോസിൻ ഒഴിച്ചാൽ, വെൻ വി മിക്സ് വാട്ടർ വിത്ത് കെറോസിൻ, വാട്ട് വിൽ ഹാപ്പൻ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. നമ്മൾ സ്ഥിരമായിട്ട് മുൻപേ ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. നമ്മളൊക്കെ കുഞ്ഞുങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വെറുതെ നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്ത് നോക്കാറുള്ള എക്സ്പെരിമെൻ്റ്. എന്ത് ചെയ്യും, നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കും, അതിലേക്ക് കുറച്ച് എന്ത് ചെയ്യും, മണ്ണ് ഒഴിച്ച് നോക്കും. ചിലപ്പോൾ തേൻ ഒഴിച്ച് നോക്കാറുണ്ട്, പെട്രോൾ ഒഴിച്ച് നോക്കാറുണ്ട്, ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമല്ലോ എല്ലാവരും നമ്മളൊക്കെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ വെള്ളം എടുത്തു, വെള്ളത്തിലോട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കെറോസിൻ ഒഴിച്ചു. അതായത് ഞാൻ എന്ത് ചെയ്തു, ഒരു സിലിണ്ടർ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്തു, ഇത്രയും ഭാഗത്ത് വെള്ളം എടുത്തു. ഓക്കെ, ഈ വെള്ളത്തിലോട്ട് ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് കെറോസിൻ ഒഴിക്കുകയാണ്.
കെറോസിൻ ഒഴിക്കുകയാണ്. ആ കെറോസിൻ എന്ത് ചെയ്യും? വന്ന വെയിറ്റിൽ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ വരും. വന്നു കഴിഞ്ഞാലോ നേരെ വീണ്ടും എന്ത് ചെയ്യും? ഇവിടുന്ന് പോയിട്ട് ഇതിൻ്റെ ടോപ്പ് പൊസിഷനിൽ എന്ത് ചെയ്യും? ഒക്യുപ്പൈ ചെയ്യും. അല്ലേ? കണ്ടിട്ടില്ലേ? നമ്മളൊക്കെ സ്ഥിരമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രതിഭാസമാണത്. അതായത് വെള്ളവും കെറോസിനും മിക്സ് ചെയ്താൽ കെറോസിൻ മുകളിൽ പോകും. എന്താണ് അതിൻ്റെ റീസൺ? റീസൺ എന്താണ്? ഡെൻസിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏതിനായിരിക്കും കൂടുതൽ ഡെൻസിറ്റി? വെള്ളത്തിനാണോ കെറോസിനാണോ? ഒരു എക്സാമ്പിൾ കൂടി പറയാം. സലൈൻ വാട്ടർ എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും വെള്ളത്തിനെയാണ് നമ്മളൊരു ബെഞ്ച് മാർക്കായിട്ട് സെറ്റ് ചെയ്യുക. വാട്ടർ ഈസ് ദ സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഓർത്ത് വയ്ക്കണം. എല്ലാ സമയത്തും നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. സാധാരണ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി ടേബിളുകളൊക്കെ തരാറുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒബ്ജക്ട്സിൻ്റെ ഡെൻസിറ്റിയും കൂടെയാണ് നമുക്ക് തരാറ്. പക്ഷേ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കണം. വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എന്താണ്? 1000. യൂണിറ്റ് എന്തായിരുന്നു? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി. ഇതെപ്പോഴും ഓർമ്മ വേണം. ഓക്കെ, അപ്പോൾ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി ഞാൻ എന്ത് ചെയ്തു? കെറോസിനുമായിട്ട് നമ്മൾ എക്സാമ്പിൾ ചെയ്തു. അപ്പോൾ കെറോസിൻ എന്ത് ചെയ്തു? മുകളിൽ വന്നു. ഇനി സലൈൻ വാട്ടർ എടുത്തു. സലൈൻ വാട്ടർ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു ബീക്കറിൽ വെള്ളം എടുക്കുകയാണ്. വെള്ളം എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? അതിലേക്ക് സലൈൻ വാട്ടർ ഒഴിച്ചു. എന്ത് ചെയ്യും? അത് ഇതുപോലെ മിക്സായിട്ട് സലൈൻ വാട്ടർ നേരെ എന്ത് ചെയ്യും? അടിയിൽ പോയി കിടക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യാം? ഇതിന് മൂന്നിൻ്റെയും ഡെൻസിറ്റി, ആക്ച്വൽ ഡെൻസിറ്റി എന്താണ്? കെറോസിൻ്റെത് 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. യൂണിറ്റ് എഴുതുന്നില്ല, ഓർമ്മ വേണം. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സലൈൻ വാട്ടറിൻ്റെത് 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സോ വെള്ളത്തിൻ്റെത് 1000 ആണ്, 1000 ആണ്. കെറോസിൻ്റെത് 810 ആണ്. സലൈൻ വാട്ടറിൻ്റെ 1025 ആണ്. സോ ദർ ഇസ് എ ഡെൻസിറ്റി ഡിഫറൻസ്. Water have a density of 1000 kilogram per meter cube. Kerosene have a density of 810 kilogram per meter cube. And saline water has a density of 1025. So, നമ്മൾ ആദ്യം ചെയ്തത് കെറോസിനും വെള്ളവും തമ്മിൽ മിക്സ് ചെയ്യുക ചെയ്തത്. എന്താ ഉണ്ടായേ? കെറോസിനാണ് മുകളിലുണ്ടായിരുന്നത്, വെള്ളം എവിടെ ഉണ്ടായേ? താഴെയാണ് ഉണ്ടായത്. രണ്ടാമത് വാട്ടറും സലൈൻ വാട്ടറും മിക്സ് ചെയ്ത സമയത്ത് വാട്ടർ ആണ് എന്ത് ചെയ്തത്? മുകളിലെ പൊസിഷൻ ഓക്യുപ്പൈ ചെയ്തത്. സലൈൻ വാട്ടർ താഴത്തെ പൊസിഷനാണ് ഓക്യുപ്പൈ ചെയ്തത്. ഈ ഒരു വാല്യൂ വെച്ചിട്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ എന്ത് ചെയ്യാം? ജനറലൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെ ജനറലൈസ് ചെയ്യാം? സോ ഡെൻസിറ്റി കൂടിയ വസ്തുക്കൾ, ദ ഒബ്ജക്ട് ദാറ്റ് ഹാവ് മോർ ഡെൻസിറ്റി വിൽ ഗോ ഡൗൺ. ഓക്കെ, example he is here, water has more density than kerosene, so the water is kept down, or the water is in the down part of the mixture. Okay, അതുപോലെ തന്നെ സലൈൻ വാട്ടറും എടുക്കുന്ന സമയത്ത് സലൈൻ വാട്ടറിനാണ് എന്ത് ചെയ്തുള്ളത്? ഡെൻസിറ്റി കൂടുതലുണ്ടായത്. അതുകൊണ്ട് തന്നെ സലൈൻ വാട്ടർ എന്ത് ചെയ്തു? താഴത്തെ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്തു. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്ത് എങ്ങനെ പറയാം? ഇഫ് എ സൊല്യൂഷൻ ഹാസ് മോർ ഡെൻസിറ്റി ഇറ്റ് വിൽ ഗോ ഡൗൺ ഇൻ ദ മിക്സ്ചർ. The solution which has the lower density will move up in the mixture. Okay? Okay, ഇനി ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടെക്സ്റ്റിൽ 2-3 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. സോ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഷിപ്പിൻ്റെയും ഗ്ലാസ്സിലെ വെള്ളത്തിൽ ബ്ലേഡ് വെച്ചതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഷിപ്പിൻ്റെ കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഓർമ്മ ഉണ്ടാവണം, ഷിപ്പ് നമ്മൾ പറഞ്ഞിട്ടില്ല, ഓർത്ത് വെച്ചു. ഓക്കെ, ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്? ഒരു കുളത്തിലൂടെ അങ്ങനെ നടക്കുകയാണ്. നീന്താൻ അറിയുന്നവരുണ്ടാവും, നീന്താൻ അറിയാത്തവരുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സ്വാഭാവികമായിട്ടും കുളത്തിലോ പുഴയിലൊക്കെ നടക്കാറുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പുഴക്കരയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കല്ലുകളൊക്കെ പുറക്കാൻ പോകാറല്ലേ? നല്ല രസമുള്ള കല്ലുകളുണ്ടാവും, മോൾഡിങ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ പുഴയിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതൊരു വാട്ടർ കണ്ടെയ്നറാണെന്ന് വിചാരിക്കാം. പുഴയൊന്നും അല്ല, പുഴയാണെന്ന് വിചാരിക്കാം. നമ്മൾ എന്തുണ്ട്? ഇവിടെ എന്തെങ്കിലും ഉണ്ട്, ഒരു കല്ല് കിടപ്പുണ്ട്. എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ പോകുന്ന വഴിക്ക് എന്ത് ചെയ്തു? പെട്ടെന്ന് കാലുകെട്ടി നിന്നു. എന്താന്ന് നോക്കി, കല്ലാണ്. ഞാൻ എന്ത് ചെയ്തു? അത് എടുക്കുകയാണ്. ഓക്കെ, അത് എടുക്കുന്ന സമയത്ത് നല്ല രസകരമായിട്ടുള്ള ഒരു ഫിനോമിന സംഭവിക്കും. നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഞാൻ എന്ത് ചെയ്തു? ഈ കല്ല് എന്ത് ചെയ്യാണ്? മുകളിലേക്ക് എടുക്കുകയാണ്. വെള്ളത്തിനടിയിൽ നിന്ന് കല്ലെടുക്കാൻ നല്ല സുഖമല്ലേ? എടുത്ത് നോക്കിയിട്ടില്ലേ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട് പൊക്കാം. ഏതുവരെ? വെള്ളത്തിൻ്റെ സർഫസ് ലെവൽ വരെ. അത് കഴിഞ്ഞാലോ അതുപോലെ താഴേക്ക് പോകും. ഓക്കെ, നമ്മൾ കല്ലിങ്ങനെ എടുക്കുമ്പോൾ വെള്ളത്തിനടിയിൽ നിന്ന് എടുക്കുമ്പോൾ സുഖമായിട്ട് പൊങ്ങി വരും. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂടി. അപ്പം എന്തുണ്ടായി? വെള്ളത്തിൽ കല്ലിന് വെയിറ്റ് ലോസ് ഉണ്ടോ? അതോ വെള്ളത്തിന് കല്ലിന് വെയിറ്റ് ഇല്ലേ?
എന്താ അവിടെ സംഭവിച്ചത്? സോ നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. എക്സാമ്പിൾ എന്താണ്? നമ്മളൊക്കെ സാധാരണ എന്ത് ചെയ്യാറുണ്ട്? കിണറ്റിൽ നിന്ന് വെള്ളം കോരാറില്ലേ? ഇപ്പോൾ ഒക്കെ മോട്ടർ വെച്ചിട്ടാണ് അടിക്കാറ്, എങ്കിലും കിണറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കപ്പിയും കയറൊക്കെ വെച്ച് നമ്മൾ വെള്ളം കോരാറുണ്ട്. ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഞാൻ എന്ത് ചെയ്തു? ഇതൊരു കിണറാണെന്ന് സങ്കല്പിക്കുക. ഞാൻ ബോർഡിൽ വരയ്ക്കുന്നൊക്കെ സങ്കല്പിക്കണേ. ഓക്കെ, ഇതിലെന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഇത്ര വരെ വെള്ളമുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പുള്ളി ഉപയോഗിച്ചിട്ടാണ് സാധാരണ എന്ത് ചെയ്യാറ്? കിണറ്റിൽ നിന്ന് വെള്ളം കോരാറ്. ഒരു പുള്ളി ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? വെള്ളം കോരുന്നു ഒരു ബക്കറ്റിൽ. ഓക്കെ, ബക്കറ്റ് വെള്ളം കോരാം. ഇതൊന്നും ചെയ്യുന്നുണ്ട്, നമ്മൾ സ്ഥിരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത്. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നോർമൽ കേസിൽ വെള്ളത്തിനടിയിലേക്ക് ബക്കറ്റ് വീണ് കഴിഞ്ഞാൽ ബക്കറ്റിൽ വെള്ളം നിറഞ്ഞ താഴെന്നായിരിക്കും, അതൊന്നും ഇങ്ങനെ വലിക്കും, നല്ല സുഖമായിട്ട് പോരും. ഏത് ലെവലെത്തുന്ന വരെ? പെട്ടെന്നൊരു ശബ്ദം കേൾക്കും വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് വരെ. അത് കഴിഞ്ഞാൽ എന്താണ്? വെയിറ്റ് കൂടി. നമ്മൾ അത്രയും നേരം വലിക്കാൻ സുഖമായിരുന്നു, ഒരു കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ വലിച്ചാൽ മതി. മറ്റെന്ത് ചെയ്യും? നല്ല പ്രഷർ എടുത്ത് വലിക്കണം അല്ലേ? അതായത് വെള്ളത്തിൻ്റെ അടിയിൽ എന്തായിരുന്നു? ആ വെള്ളം നിറച്ച ബക്കറ്റിന് വെയിറ്റ് കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. വെള്ളത്തിൻ്റെ മുകളിലേക്ക്, അതായത് എയറിലോട്ട് എത്തിയ സമയത്ത് സ്വാഭാവികമായിട്ടും വെയിറ്റ് കൂടി. ഓക്കെ, നേരത്തെ 2 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. നേരത്തെ എന്ത് ചെയ്തു? ഒരു കല്ല് വെള്ളത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തായിരുന്നു? വെയിറ്റ് കുറവായിട്ടുള്ള പോലെയാണ് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ വെള്ളത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ വെള്ളം കോരുകയാണെന്നുണ്ടെങ്കിൽ, കിണറിൽ നിന്ന് വെള്ളം കോരുകയാണെന്നുണ്ടെങ്കിൽ എയറിൽ നിന്ന് എത്തുന്നത് വരെ എന്തായിരുന്നു സംഭവിച്ചത്? ഇതിന് വെയിറ്റ് കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. ഓക്കെ, എൻ്റെ ചോദ്യം, ശരിക്കും വെള്ളത്തിനടിയിൽ വെയിറ്റ് ഇല്ലേ? നമ്മൾ സാധാരണ എങ്ങനെയാണ് വെയിറ്റ് വെക്കാറ്? താഴേക്കുള്ള ഗ്രാവിറ്റി മൂലമുള്ള വെയിറ്റ്. അതെന്താണ്? വെള്ളത്തിൽ കിട്ടുന്നില്ലേ? എന്താ അവിടെ സംഭവിക്കുന്നത്? എന്തായിരിക്കും ഫിനോമിനൻ? എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുള്ള ഫിനോമിനൻ? ഓക്കെ, ലെറ്റ്സ് സീ. നോർമൽ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഒബ്ജക്റ്റ്, എന്തോ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കട്ടെ. ഇവിടെ എൻ്റെ കയ്യിൽ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റിലേക്ക് ആക്ട് ചെയ്യുന്ന വെയിറ്റ് നമ്മൾ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇതിലുണ്ടായിട്ടുള്ള വെയിറ്റ്, അല്ലെങ്കിൽ വരുന്ന വെയിറ്റ് എന്താണ്? ഇതിനെന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാസ് ഉണ്ട്. നമ്മളിത് കയ്യിൽ പിടിക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിനെ അഫക്റ്റ് ചെയ്യുന്നത് ഫിനോമിനൻ എന്താണ്? നമുക്ക് കയ്യിലേക്ക് എന്ത് ഫീൽ ചെയ്യും? ഒരു ഫോഴ്സ് ഫീൽ ചെയ്യും. വെള്ളത്തിനടിയിൽ ആ ഫോഴ്സാണ് നമുക്ക് ഫീൽ ചെയ്യാത്തത്. നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? എയറിൽ പിടിക്കുകയാണെങ്കിൽ ഫോഴ്സ് ഫീൽ ചെയ്യും. അപ്പോൾ ഫോഴ്സ് എന്താണ്? നമുക്കറിയാം, മുമ്പേ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ F = മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് ഇതിനൊരു മാസ് ഉണ്ട്. അത് എക്സാമ്പിൾ മാസ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 10 കിലോഗ്രാം വെയിറ്റ് ഉള്ളതാണെന്ന് വിചാരിക്കാം. മാസ് ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മളെ കയ്യിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? 10 ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? 9.8 m/s². ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? 98 ന്യൂട്ടൺ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വെള്ളത്തിനടിയിലാവുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുന്നില്ല? ഫീൽ ചെയ്യുന്നില്ല. വെള്ളത്തിനടിയിൽ എന്തുണ്ട്? ഈ മാസ് താഴേക്ക് ആക്ട് ചെയ്യുന്നില്ലേ? ഈ ആക്സിലറേഷൻ താഴേക്ക് വരുന്നില്ലേ? നമുക്ക് അങ്ങനെയല്ലല്ലോ പഠിച്ചേ. വരാതിരിക്കാൻ വഴിയില്ലല്ലോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാസ് എപ്പോഴും എന്താണ്? താഴോട്ടാണ് പോകുന്നത്. ആക്സിലറേഷൻ ഭൂമിയുടെ എന്ത് ചെയ്യാന്നാണ്? നമ്മൾ എർത്തിൻ്റെ കോർന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? സെൻട്രൽ ഫോഴ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്? പുൾ ചെയ്യുന്നത്. സോ ആ തിയറി പ്രകാരം വെള്ളത്തിനടിയിൽ എന്ത് ചെയ്യണം? ആ വെയിറ്റ് ഫീൽ ചെയ്യണം. സോ വാട്ട്സ് ഹാപ്പനിങ് അണ്ടർ വാട്ടർ? സോ നമുക്ക് വെയിറ്റ് ലോസ് ആയിട്ട് ഫീൽ ചെയ്യാൻ കാരണം, നമ്മളിപ്പോൾ ഒരു സാധനം എടുത്ത് ഇങ്ങനെ പൊക്കുന്ന സമയത്ത് നല്ല വെയിറ്റ് ഫീൽ ചെയ്യും. നമ്മളൊരു കൂട്ടുകാരൻ വന്നിട്ട് പെട്ടെന്ന് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്? അടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് തള്ളി തന്നാലോ? വെയിറ്റ് കുറഞ്ഞില്ലേ? സെയിം ഫിനോമിനൻ ആണ് എന്ത് ചെയ്യുന്നത്? വെള്ളത്തിനടിയിൽ ഹാപ്പൻ ചെയ്യുന്നത്. അതായത് ഒരു അപ്വാർഡ് ഫോഴ്സ്. ആൻഡ് അപ്വാർഡ് ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദി ഒബ്ജക്റ്റ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. ഓക്കെ, ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ബൊയാൻസി. ഓക്കെ, ബൊയാൻസി എന്ന് പറയും, അല്ലെങ്കിൽ ബോയന്റ് ഫോഴ്സ് എന്ന് പറയും. സോ ഒരു അപ്വാർഡ് ഫോഴ്സ് ഈ ഒബ്ജക്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് അണ്ടർ വാട്ടർ, ഇവിടെയാണെന്നുണ്ടെങ്കിലും. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ബോയന്റ് ഫോഴ്സ്. ആൻഡ് ആ ഒരു ഫോഴ്സാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വെയിറ്റ് കുറവുള്ള പോലെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ബോയന്റ് ഫോഴ്സിൻ്റെ ടെക്സ്റ്റൽ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് ടെക്സ്റ്റിൽ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ദ ഡെഫിനിഷൻ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ എ ബോഡി ഈസ് ഇമ്മേഴ്സ്ഡ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ഇൻ എ ഫ്ലൂയിഡ്, the fluid exerts an upward force on the body. This force is called as buoyancy. Okay, definition ഒന്നുകൂടി വായിക്കാം. When a body is immersed completely or partially, എന്താ പറഞ്ഞേ? നമ്മളൊരു ബോഡി ഉണ്ട്, ആ ബോഡി ഒന്നെങ്കിൽ കംപ്ലീറ്റ്ലി വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം, ഓ പാർഷ്യലി ആ ബോഡിയുടെ ഒരു പാർട്ട് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്? വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ ദ ഫ്ലൂയിഡ് എക്സേർട്സ് ആൻ അപ്വാർഡ് ഫോഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിലേക്കുള്ള ആൻ അപ്വാർഡ് ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദ ബോഡി ആൻഡ് ദിസ് ഫോഴ്സ് ഈസ് കോൾഡ് ബോയൻസി. ഓക്കെ, നമുക്ക് ഈ ബോയൻസി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ബോയൻസി ഉണ്ടാവുന്നത് നോക്കാം. സിമ്പിളായിട്ട് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ മുമ്പ് ഇതൊക്കെ കുറഞ്ഞ് നിന്നോട്ടെ, ഡെൻസിറ്റി നോക്കാം, ബോയൻസി നോക്കാം. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ള 1-2 കാര്യങ്ങളും ഉണ്ട്. എന്താണ് നമ്മളെടുത്തുന്നുണ്ട്? നമ്മളൊരു ബീക്കറിൽ വാട്ടർ എടുത്തു.
ഇതിൽ നിന്ന് താഴേക്ക് പോകുന്നിടത്തോളം, നമ്മൾ വെള്ളത്തിലേക്ക് അടിയിലേക്ക് പോകുന്നിടത്തോളം പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഉണ്ടാവുക? മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോഴേക്കും മുകളിലൊരു പ്രഷർ ഉണ്ടാവും P1, അതായത് ഈ വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്തൊരു പ്രഷർ ഉണ്ടാവും, താഴ്ഭാഗത്ത് വേറൊരു പ്രഷർ ഉണ്ടാവും P2. ഓക്കെ, P1 ആയിരിക്കും P2 ആയിരിക്കും കൂടുതൽ. വിച്ച് വൺ ഈസ് ഗ്രേറ്റർ? വെദർ P1 ഈസ് ഗ്രേറ്റർ ഓർ P2 ഈസ് ഗ്രേറ്റർ? സോ ഒബ്വിയസ്ലി നമ്മൾ മുമ്പേ പഠിച്ച പ്രകാരം P2 ഈസ് ഗ്രേറ്റർ ദാൻ P1. ഓക്കെ, അതായത് വെള്ളത്തിൽ താഴേക്ക് പോകുന്നിടത്തോളം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷർ കൂടി കൂടി വരും. നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കയ്യിലൊക്കെ വാച്ച് ഇട്ടാറില്ലേ? ഈ വാച്ചിനൊക്കെ എന്തുണ്ട്? ഒരു പെർട്ടിക്കുലർ പ്രഷർ പോയിന്റ് പറയാറുണ്ട്. വാട്ടർ റെസിസ്റ്റൻറ്റ് ഇത്ര പ്രഷർ എന്നൊക്കെ പറയാറുണ്ട് നമുക്ക് നോർമൽ കേസിൽ. അതെന്താണ്? അതായത് വെള്ളത്തിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രഷറുണ്ട്, പ്രഷർ ഡിഫറൻസ് ആക്ട് ചെയ്യും. ആ ഒരു പ്രഷർ വരെ എന്ത് ചെയ്യില്ല? നമ്മുടെ വാച്ചിനകത്തേക്കൊന്നും വെള്ളം കയറില്ല. അതിലും ഡീപ്പായിട്ട് പോയിട്ടുണ്ടെങ്കിൽ, പിന്നെയും പ്രഷർ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാച്ചിലേക്ക് എന്ത് ചെയ്യും? വെള്ളം കയറും. ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. സോ അത് തന്നെയാണ് ഇവിടുത്തെ ഫിനോമിനൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിലുള്ളത് ഡസ്റ്റർ ഉണ്ട്. ഞാൻ ഈ ഡസ്റ്റർ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചു എന്ന് വിചാരിക്കാം. എന്ത് ചെയ്തു? ഞാനിവിടെ ഈ ഡസ്റ്റർ ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചു. ഓക്കെ, നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഒരു സാധനം ഇറക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യും എല്ലാ സൈഡിലേക്കും, അല്ലേ? അപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പ്രഷറുണ്ട്, ഈ പോയിന്റിൽ പ്രഷറുണ്ട്, ഇവിടെ പ്രഷറുണ്ട്, ഈ പോയിന്റിൽ പ്രഷറുണ്ട്, ഈ പോയിന്റിൽ പ്രഷറുണ്ട്, ഈ പോയിന്റിൽ പ്രഷറുണ്ട്, ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രഷറുണ്ട്. ഓക്കെ, ഒരു 3D ആയിട്ട് കാണിക്കുക. ഈ പോയിന്റിൽ എല്ലാ പോയിന്റിലും എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു പ്രഷർ ഡിഫറൻസ് ഫിനോമിനം വെച്ചിട്ട് നോക്കാം. ഫിനോമിനം വെച്ചിട്ട് നമ്മുടെ ഈ ബോഡിയുടെ ടോപ്പ് പാർട്ടിൽ ആക്ട് ചെയ്യുന്ന പ്രഷറാണ് P1, ബോട്ടം പാർട്ടിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ P2, അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞ കമൻറ്റ് വീണ്ടും കറക്റ്റാണ്. ഈ കണ്ടൻറ്റ് P2 ഈസ് ഗ്രേറ്റർ ദാൻ P1. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എവിടെയൊക്കെ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്? ഈ സൈഡിൽ ആക്ട് ചെയ്യുന്നുണ്ട്, ഈ സൈഡിൽ ആക്ട് ചെയ്യുന്നുണ്ട്, ഈ ബോഡിയിലേക്ക് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, എല്ലാ പോയിന്റിലും ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോഴ്സുകൾക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന അതേ പ്രഷർ ആയിരിക്കും ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാരലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ സെയിം പ്രഷറാണ്. സോ ഈ പിയും ഈ പിയും ഈ പിയും ഈ പിയും ഒക്കെ എന്ത് ചെയ്യും? ക്യാൻസൽ ഈച്ച് അതർ. ഇറ്റ് വിൽ ക്യാൻസൽ ഈച്ച് അതർ. ഓക്കെ, സോ ആ പോയിന്റിലൊക്കെ ഉള്ള നെറ്റ് എഫക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ദ നെറ്റ് എഫക്റ്റ് ഓഫ് പ്രഷർ അറ്റ് ദീസ് പോയിന്റ്സ് വിൽ ബി 0. സോ ബട്ട് ഈ രണ്ട് പോയിന്റ്സ് P1ഉം P2 ഈക്വൽ ആണോ? അല്ല. സോ നെറ്റ് എഫക്റ്റ് ഒരിക്കലും 0 ആയി പോയില്ല. P2 വിൽ ബി ഗ്രേറ്റർ ദാൻ P1. സോ എന്ത് ചെയ്യും? ഈ പോയിന്റിലുള്ള ഫോഴ്സ് എന്ത് ചെയ്യും? കൂടുതലായിരിക്കും. വിച്ച് ഈസ് P2 ഈസ് ഗ്രേറ്റർ ആൻഡ് ദാൻ P1. ആ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, അതായത് അവിടെ ആക്ട് ചെയ്യുന്ന ആ ഒരു അപ്വേർഡ് ഫോഴ്സ്, ആ ഒരു അപ്വേർഡ് ഫോഴ്സ് ആണ് എന്ത്? ബോയൻസി അല്ലെങ്കിൽ ബോയന്റ് ഫോഴ്സ്. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ബോയന്റ് ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? ആ ഒരു പ്രഷർ ഡിഫറൻസ് കൊണ്ട് ആക്ട് ചെയ്യുന്ന ഒരു അപ്വേർഡ് ഫോഴ്സ്. നമ്മളൊരു ബോഡി ഒരു ലിക്വിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഒരു അപ്വേർഡ് ഫോഴ്സ്, നമ്മൾ സാധനം താഴേക്ക് വരുന്ന സമയത്ത് അതിന് മുകളിലേക്ക് തള്ളി കൊടുക്കുന്ന ആ ഒരു ഫിനോമിനൻ, ആ ഒരു ഫോഴ്സിനാണ് എന്ത് പറയുക? ബോയൻസി എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, ഹൗ ടു കാൽക്കുലേറ്റ് ബോയന്റ് ഫോഴ്സ്. നമ്മൾ ബോയൻസി എന്താണെന്ന് പറഞ്ഞു, ബോയൻസി തന്നെ ബോയന്റ് ഫോഴ്സ് പറഞ്ഞു. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ബോയന്റ് ഫോഴ്സ് ഓർ ബോയൻസി. സോ എൻ്റെ കയ്യിൽ രണ്ട് മെറ്റീരിയൽസ്, വി ഹാവ് 2 മെറ്റീരിയൽസ്. വൺ ഈസ് എ സ്റ്റോൺ, ഒരു കല്ലുണ്ട്, ആൻഡ് അനദർ വൺ ഈസ് എ മെറ്റൽ പീസ്. ഓക്കെ, ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെന്ത് ചെയ്യും? ഒരു ലിക്വിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്യാണ്. സോ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പഠിച്ച ഡെഫിനിഷൻ പ്രകാരം ആൻ അപ്വേർഡ് ഫോഴ്സ് വിൽ ബി ആക്ടിങ് ഓൺ ഇറ്റ് ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ബോയന്റ് ഫോഴ്സ്. സോ ഇതിൽ രണ്ടിലേക്ക് എന്ത് വരും? ഒരു ബോയന്റ് ഫോഴ്സ് വരും. ആൻഡ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോയന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫോഴ്സ് എന്താ? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ. ഓക്കെ, എങ്ങനെയായിരുന്നു ഫോഴ്സ് വന്നിട്ടുണ്ടായിരുന്നത്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് കോൾഡ് ഫോഴ്സ്. ഞാൻ എന്ത് ചെയ്തു? ഒരു ബിക്കറിൽ വെള്ളം എടുത്തു. എനിക്ക് എന്ത് ചെയ്യണം? ആ സ്റ്റോണിനെ താഴേക്ക് ഇറക്കി വെച്ചു. ഇതിലൊരു ബോയന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ബോയന്റ് ഫോഴ്സ് എനിക്ക് കാണണം. അത് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള വേറൊരു സാധനം കൂടി ഉണ്ട്, ഒരു സ്പ്രിംഗ് ബാലൻസ്. സ്പ്രിംഗ് ബാലൻസ് കണ്ടിട്ടുണ്ടോ? നമ്മളൊക്കെ വീട്ടിൽ പഴയ സാധനങ്ങളൊക്കെ തൂക്കിയെടുക്കാൻ വരുന്നവർ കൊണ്ടുവരുന്ന വെയിറ്റ് നോക്കുന്നൊരു മെഷീനുണ്ട്. സിമ്പിളായിട്ട് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സാധനം എന്തുണ്ടാവും? ഇതിന് താഴെ ചെറിയൊരു ഹുക്ക് ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ റീഡിങ്സ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ എന്തായിരിക്കും? വെയിറ്റ് ഉണ്ടാവുക. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിബ്രേറ്റഡ് ഇൻ ന്യൂട്ടൺ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ന്യൂട്ടണിലേക്ക് കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ന്യൂട്ടണിലോട്ട് മാറ്റുക? കിലോഗ്രാമിനെ
കിലോഗ്രാമിലായിരിക്കും അല്ലെങ്കിൽ ഗ്രാംസിലായിരിക്കും നോർമലി നമ്മൾ എന്ത് ചെയ്യാറ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാറ്. അതിന് നമ്മൾ ഫോഴ്സിലേക്ക് കാലിബ്രേറ്റ് ചെയ്യാൻ മീൻസ് കിലോഗ്രാം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ആ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് എന്തെങ്കിലും എടുക്കാറ്. അതായത് ന്യൂട്ടണിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സാധാരണ ഗ്രാമിന് പകരം കിലോഗ്രാം. വലിയൊരു സംഭവമായിട്ടൊന്നും വിചാരിക്കേണ്ട. നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വെയിറ്റിന് എന്ത് ചെയ്യാണ് 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൊരു വാല്യൂ അങ്ങനെ വിചാരിച്ചു. അതാണ് അങ്ങനെ ആയാലും കറക്റ്റാണ്. ഓക്കെ, ഇവിടെ ഒരു ഹുക്ക് ഉണ്ടാവും. നമ്മൾ ഈ സാധനത്തിൽ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വെയിറ്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്പ്രിംഗ് ബാലൻസ് ഇവിടെ എന്ത് ചെയ്യും അതിൻ്റെ വാല്യൂ കാണിക്കും. ഓക്കെ, സ്പ്രിംഗ് ബാലൻസ് നമുക്ക് വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിളായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റോൺ എടുക്കുകയാണ്. സ്റ്റോൺ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു എയറിൽ വെയിറ്റ് നോക്കുകയാണ്. വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയർ. ഓക്കെ, സ്റ്റോണിന് ഞാൻ എന്ത് ചെയ്തു എയറിൽ വെയിറ്റ് നോക്കി. അതെനിക്ക് എന്ത് കിട്ടി ഒരു 4 ന്യൂട്ടൺ എന്ന് കിട്ടി. ഓക്കെ, റെഡിയാണല്ലോ. ഇനി എന്ത് ചെയ്യാണ് ഞാൻ ആ സ്റ്റോൺ എടുത്തിട്ട് ഇതുപോലെ ലിക്വിഡിൽ വെക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ് ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് വെയിറ്റ് വീണ്ടും നോക്കുകയാണ്. അതായത് വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ വാട്ടർ. എനിക്ക് ആൻസർ 2 ന്യൂട്ടൺ കിട്ടി. ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യാനുള്ളതാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എക്സ്പെരിമെൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയർ എന്താണ് 2 ന്യൂട്ടൺ. വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ വാട്ടർ കേട്ടോ, അങ്ങനെ തന്നെ എഴുതിക്കാം. സ്റ്റോൺ ഇൻ വാട്ടർ. സെയിം ഫിനോമിനൻ ഞാൻ എന്ത് ചെയ്യുന്നു മെറ്റലിലും കൊടുക്കുന്നു. അതായത് എന്ത് ചെയ്യുന്നു വെയിറ്റ് ഓഫ് എന്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ ടേബിളായിട്ട് എഴുതുന്നുണ്ട്. അതായത് ഇത് സ്റ്റോണിൻ്റെ കേട്ടോ, ഒന്ന് വായിച്ചു. വെയിറ്റ് ഇൻ എയറും വെയിറ്റ് ഇൻ വാട്ടറും നോക്കാം നമുക്ക്. സ്റ്റോണ് ഇവിടെ മെറ്റൽ. എന്ത് ചെയ്യുന്നു മെറ്റൽ എയറിൽ എനിക്ക് എത്ര വെയിറ്റ് കിട്ടുന്നു ഒരു 7 ന്യൂട്ടൺ വെയിറ്റ് കിട്ടുന്നു. ഓക്കെ, അത് തന്നെ ഞാൻ എന്ത് ചെയ്തു മെറ്റൽ വാട്ടറിലേക്ക് ഇറക്കി വെച്ചു. ഡിപ്പ് ചെയ്തിട്ട് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വാട്ടറിൽ നിന്ന് വെയിറ്റ് വെക്കുകയാണ്. എനിക്ക് എന്ത് കിട്ടുന്നു വാല്യൂ 5 ന്യൂട്ടൺ കിട്ടുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു എയറിലുള്ള വെയിറ്റിനെ W1 എന്ന് വിളിക്കുന്നു. വാട്ടറിലുള്ള വെയിറ്റിനെ W2 എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം ബോയൻ ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബോയൻ ഫോഴ്സിനെ നമുക്ക് എന്തായിട്ട് പറയാം ദ വെയിറ്റ് ലോസ് എന്ന് പറയാം. ഓക്കെ, ദ ചേഞ്ച് ഇൻ വെയിറ്റ് അല്ലെങ്കിൽ ദ ലോസ് ഓഫ് വെയിറ്റ് ഈസ് കോൾഡ് ബോയൻ ഫോഴ്സ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെ ആയിരിക്കും വെയിറ്റ് ഇൻ എയർ മീൻസ് W1, വെയിറ്റ് ഇൻ വാട്ടർ W2, W1 മൈനസ് W2. അപ്പോൾ സ്റ്റോണിൻ്റെ കേസിൽ എത്രയായിരിക്കും ബോയൻ ഫോഴ്സ്? ബോയൻ ഫോഴ്സ് 2 ന്യൂട്ടൺ. അതേപോലെ മെറ്റലിൻ്റെ കേസിലോ ബോയൻ ഫോഴ്സ് അഗെയിൻ 2 ന്യൂട്ടൺ. റെഡി അല്ലേ? അപ്പോൾ രണ്ടിൻ്റെയും ബോയൻ ഫോഴ്സ് നമുക്ക് എന്തായിട്ട് കിട്ടി 2 ന്യൂട്ടൺ ആയിട്ട് കിട്ടി. ഇതിനെ നമുക്ക് എങ്ങനെ ജനറലൈസ് ചെയ്യാം? ബോയൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ലോസ്. ഓർമ്മ ഉണ്ടാവണം ഈ പോയിന്റ്. ബോയൻ ഫോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം വെയിറ്റ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് W1 മൈനസ് W2 എന്നുള്ളതാണ്. ഓക്കെ, ഇത് രണ്ടും 2 ന്യൂട്ടൺ വാല്യൂ കിട്ടിയത്. റെഡി അല്ലേ? ഇനി എൻ്റെ ചോദ്യം, ഈ രണ്ടും 2 ന്യൂട്ടൺ തന്നെ അല്ലേ എപ്പോഴും കിട്ടുക? ആണോ? ബോയൻ ഫോഴ്സ് എപ്പോഴും സെയിം ആവും? നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഓർമ്മ ഉണ്ടാവണേ, ഞാൻ വായിക്കുന്നുണ്ട്. ബോയൻ ഫോഴ്സ് ഈസ് കോൾഡ് വെയിറ്റ് ലോസ് എന്നുള്ളത് ഞാൻ വായിക്കുന്നുണ്ട്. എങ്കിലും മെറ്റലും എടുത്തു. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു നേരത്തെ വാട്ടറിലായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വാട്ടറിലല്ലേ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ച്. ഇപ്പം ഞാൻ വാട്ടർ മാത്രമല്ല 3 ടൈപ്പ് ഓഫ് ലിക്വിഡ്സ് എടുക്കുകയാണ്. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് ആണ് നമ്മുടെ ചാപ്റ്റർ നെയിം. ഫ്ലൂയിഡ്സിൽ എന്തൊക്കെ വരും? ഫ്ലൂയിഡ്സ് മീൻസ് ഒരു ഒബ്ജക്റ്റ് ഫ്ലോ ചെയ്യാൻ പറ്റുന്നത് ആൻഡ് മാറ്റർ ദാറ്റ് ക്യാൻ ഫ്ലോ ഫ്രം വൺ പ്ലേസ് ടു അനദർ എന്നുള്ളതാണ്. അതിൽ ഗ്യാസും ഫ്ലൂയിഡ്സ് ലിക്വിഡ്സും എല്ലാം വരും. പക്ഷേ നമ്മൾ ഈ ചാപ്റ്റർ കൂടുതലും ഡീൽ ചെയ്യുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ലിക്വിഡ്സിനെയാണ്. സോ ഞാൻ 3 ടൈപ്പ് ഓഫ് ലിക്വിഡ്സ് എടുത്തു. എന്തൊക്കെ എടുക്കാം? ആദ്യം നമ്മൾ എന്ത് ചെയ്തു എക്സാമ്പിൾ എടുത്ത് സെയിം എടുക്കാം. കെറോസിൻ എടുത്തു, വാട്ടർ എടുത്തു, സലൈൻ വാട്ടർ എടുത്തു. ഓക്കെ, ഡൗട്ടില്ലല്ലോ? ഇനി എന്ത് ചെയ്യാണ്? ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെയിം ആയിട്ട് എയറിൽ തന്നെ രണ്ടിൻ്റെയും വെയിറ്റ് നോക്കുകയാണ്. എയറിൽ എന്തായിരുന്നു നേരത്തെ സ്റ്റോണിൻ്റെ വെയിറ്റ് 4 ന്യൂട്ടൺ, മെറ്റലിൻ്റെ വെയിറ്റോ 7 ന്യൂട്ടൺ. എയറിലെ വെയിറ്റ് കേട്ടോ, മാറണ്ട, എയറിൽ. ഓക്കെ, നമ്മളെ കയ്യിൽ 3 ലിക്വിഡ്സ് ഉണ്ട്. നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡെൻസിറ്റി പറഞ്ഞ സമയത്ത് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഡെൻസിറ്റി നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി എഴുതാം. ഡെൻസിറ്റി ഓഫ് കെറോസിൻ എത്രയായിരുന്നു? 810 കിലോഗ്രാം
പെർ മീറ്റർ ക്യൂബ്. അതുപോലെ തന്നെ വാട്ടർ ഉണ്ട് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, സലൈൻ വാട്ടറിന് എന്തായിരുന്നു 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. റെഡി അല്ലേ? ഇനി നേരത്തെ എക്സ്പെരിമെൻറ്റ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വെയിറ്റ് നേരത്തെ സെയിം സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ 3 ലിക്വിഡ്സിലും എടുക്കുകയാണ്. 3 ലിക്വിഡ്സിലും എടുക്കുകയാണ്. എന്ത് ചെയ്യുന്നു, തൽക്കാലം ഞാൻ ഇവിടുന്ന് വായിക്കുന്നുണ്ട്. ഓക്കെ, ഡെൻസിറ്റി അവിടെ നിൽക്കട്ടെ കേട്ടോ. ഡെൻസിറ്റി ഓർമ്മയിൽ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ എഴുതാം. 8, 1000, 1025 എന്തൊക്കെയാണുള്ളത്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, വെയ്റ്റ്സ് എടുക്കുകയാണ്. സ്റ്റോണിൻ്റെതും മെറ്റലിൻ്റെതും. കെറോസിനിൽ എന്താണ്, വാട്ടറിൽ എന്താണ് സ്റ്റോണിൻ്റെയും മെറ്റലിൻ്റെയും വെയിറ്റ്, സലൈൻ വാട്ടറിൻ്റെത് സ്റ്റോണിൻ്റെയും മെറ്റലിൻ്റെയും വെയിറ്റ് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതാണ്. നേരത്തെ പോലെ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ആദ്യം കെറോസിനിൽ ഇറക്കി വെക്കുന്നു. വെയിറ്റ് ഇൻ എയർ എത്രയായിരുന്നു, 4 ന്യൂട്ടൺ ആയിരുന്നു. അത് കെറോസിനിൽ വെക്കുന്ന സമയത്ത് സ്റ്റോണിൻ്റെ എനിക്ക് എന്ത് കിട്ടി, 3 ന്യൂട്ടൺ കിട്ടി. ഞാൻ വീണ്ടും സ്റ്റോൺ എടുത്തിട്ട് എന്ത് ചെയ്തു, കെറോസിൻ എടുത്തിട്ട് വാട്ടറിലേക്ക് വെച്ചു. വാട്ടറിൽ വെക്കുന്ന സമയത്ത് നേരത്തെ നമുക്ക് വാല്യൂ കിട്ടിയതാണ്, അത് ഞാൻ വീണ്ടും എഴുതുന്നു, 2 ന്യൂട്ടൺ കിട്ടി. ഇനി ഞാനത് സലൈൻ വാട്ടറിൽ വെച്ചു. സലൈൻ വാട്ടറിൽ വെച്ച സമയത്ത് എന്തായിരുന്നു, വെയിറ്റിന് എന്ത് കിട്ടി, എനിക്ക് 1 കിട്ടി. ഓക്കെ, കെറോസിനിൽ വെച്ചപ്പോൾ വെയിറ്റ് 3 കിട്ടി. സലൈൻ വാട്ടറിൽ നോർമൽ വാട്ടറിൽ വെച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി, വെയിറ്റ് 2 ന്യൂട്ടൺ കിട്ടി. സലൈൻ വാട്ടറിൽ വെച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി, വെയിറ്റ് 1 ന്യൂട്ടൺ വെച്ച് കിട്ടി. ഓക്കെ, ഇനി സിമിലർലി എന്ത് ചെയ്യുന്നു, മെറ്റലിനെ നമ്മൾ സെയിം ആയിട്ട് തന്നെ എടുക്കുകയാണ്. മെറ്റലിനെ നമ്മൾ സെയിം ആയിട്ട് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സലൈൻ വാട്ടറിൽ വെച്ചു, കെറോസിനിൽ വെച്ചു. കെറോസിനിൽ വെച്ചപ്പോൾ 4 ന്യൂട്ടൺ എന്തായിരുന്നു, 3 ന്യൂട്ടണായി. അതേപോലെ സെയിം എഫക്റ്റിൽ തന്നെ ഇത് 6 ന്യൂട്ടൺ എന്ന് എനിക്ക് വാല്യൂ കിട്ടും മെറ്റലിൻ്റെത്. ഇതെന്നെ എന്ത് ചെയ്തു, നേരത്തെ മെറ്റലിൻ്റെത് കിട്ടിയത്, നേരത്തെ അവിടെ കിട്ടിയതുപോലെ തന്നെ 5 ന്യൂട്ടൺ കിട്ടി. ഓക്കെ, 7 ന്യൂട്ടൺ എന്നുള്ള 5 ന്യൂട്ടൺ കിട്ടി. ഇതെനിക്ക് എന്ത് കിട്ടി, എന്തായിരിക്കും കിട്ടുക, ഒരു എക്സാമ്പിൾ. അതിൻ്റെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരണം, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒക്കെ ബോയൻ ഫോഴ്സ് എഴുതാണ്. ഓരോ പൊസിഷനിലെയും സ്റ്റോൺ മാത്രം കൺസിഡർ ചെയ്തിട്ട്, കാരണം മെറ്റലിൻ്റെ ഈ ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ വാട്ട് ഈസ് ബോയൻ ഫോഴ്സ്? നേരത്തെ നമ്മൾ പറഞ്ഞു വെയിറ്റ് ലോസിനെയാണ് നമ്മൾ ബോയൻ ഫോഴ്സ് എന്ന് വിളിക്കുക. W1 മൈനസ് W2, റൈറ്റ്? എന്താണ് ഇവിടെ W1? വെയിറ്റ് ഇൻ എയർ. വെയിറ്റ് ഇൻ എയറിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, W1 എന്ന് വിളിച്ചത് അല്ലേ? നേരത്തെ നമ്മൾ എടുത്ത സമയത്ത് എയറിലെ വെയിറ്റിനെയാണ് നമ്മൾ W1 എന്ന് വിളിച്ചത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, W1 എയറിലെ വെയിറ്റ് 4 ന്യൂട്ടൺ. ഞാൻ എന്ത് ചെയ്യുന്നു, W1 ഈസ് ഈക്വൽ ടു 4 ന്യൂട്ടൺ എന്ന് എഴുതി, റൈറ്റ്? ഇനി കെറോസിനിലോട്ട് വരാം. അതായത് വെയിറ്റ് ഇൻ ലിക്വിഡ്, അതാണ് W2. കെറോസിൻ്റെ കേസിൽ W2 എന്താണ്, W2 ഞാൻ കെറോസിൻ മനസ്സിലാൻ വേണ്ടി ബ്രാക്കറ്റിൽ K എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, W2 എത്രയാണ് നമുക്ക് കിട്ടിയത്, 3 ന്യൂട്ടൺ. 3 ന്യൂട്ടൺ. സോ അവിടുത്തെ ബോയൻ ഫോഴ്സ് എന്താണ്, W1 മൈനസ് W2 വിച്ച് മീൻസ് 1 ന്യൂട്ടൺ, റൈറ്റ്? ഡൗട്ടില്ലല്ലോ ആ കാര്യത്തിൽ? ബോയൻ ഫോഴ്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, വെയിറ്റ് ലോസ് ആണെന്ന് പറഞ്ഞു. വെയിറ്റ് ലോസ് ആണ്, അതായത് എയറിലെ വെയിറ്റ് മൈനസ് ലിക്വിഡിലെ വെയിറ്റ് ആണെന്ന് പറഞ്ഞു. എയറിലെ വെയിറ്റ് നമ്മൾ എന്തായിരുന്നു, 4 ന്യൂട്ടൺ എന്ന് എടുത്തു സ്വാഭാവികമായിട്ടും. സോ എന്ത് ചെയ്തു, ഞാനെന്ത് അത് ഇവിടെ അപ്ലൈ ചെയ്തു. എയറിലെ വെയിറ്റ് 4 ന്യൂട്ടൺ ആണ്, കെറോസിനിലെ വെയിറ്റ് 3 ന്യൂട്ടൺ ആണ്. W1 മൈനസ് W2 1 ന്യൂട്ടൺ കിട്ടി. സിമിലർലി അപ്പോൾ വാട്ടറിലെ എന്തായിരിക്കും, വാട്ടറിലെ ബോയൻ ഫോഴ്സ് നമ്മൾ നേരത്തെ കണ്ടതാണ്, 2 ന്യൂട്ടൺ. സോ സലൈൻ വാട്ടറിൻ്റെ കേസിലോട്ട് വരാം. സലൈൻ വാട്ടറിൻ്റെ കേസിൽ എന്തായിരുന്നു, വെയിറ്റ് W2 എന്താണ്, 1 ന്യൂട്ടൺ ആണ്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് നല്ല ഡയറക്റ്റ് ആയിട്ട് എഴുതാണ്, 3 ന്യൂട്ടൺ. ഓക്കെ, അതേ കേസ് മെറ്റലിനേനും എടുക്കാം. ഡൗട്ടില്ലല്ലോ? 7 ന്യൂട്ടൺ ആണ്. ബോയൻ ഫോഴ്സ് എന്തായിരിക്കും, അപ്പോൾ W1 7 ന്യൂട്ടൺ ആണ്. കെറോസിൻ്റെത് എന്താണ്, 6 ആണ്. അപ്പോൾ W1 മൈനസ് W2 ബോയൻ ഫോഴ്സ് 1 ന്യൂട്ടൺ വീണ്ടും നിൽക്കും മെറ്റലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും. അതേപോലെ വാട്ടറിൻ്റെ കേസിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ ബോയൻ ഫോഴ്സ് എന്തായിരിക്കും, 2 ന്യൂട്ടൺ ആയിരിക്കും. സോ സലൈൻ വാട്ടറിൻ്റെ ബോയൻ ഫോഴ്സ് നമുക്ക് എന്ത് കിട്ടി, 3 ന്യൂട്ടൺ എന്ന് കിട്ടി. 3 ന്യൂട്ടൺ എന്ന് കിട്ടണമെങ്കിൽ മെറ്റലിൻ്റെ വാട്ടറിലെ വെയിറ്റ് എന്തായിരിക്കും, മെറ്റലിൻ്റെ സലൈൻ വാട്ടറിലെ വെയിറ്റ് എന്തായിരിക്കും? കാരണം എന്താണ്, അവിടെ ബോയൻ ഫോഴ്സ് എന്താണ്, 3 ന്യൂട്ടൺ ആണ്. ബോയൻ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, W1 മൈനസ് W2. W1ൻ്റെ വാല്യൂ എന്തറിയാം, നമുക്കറിയാം. ബോയൻ ഫോഴ്സിൻ്റെ വാല്യൂ നമുക്കറിയാം. സോ W2 ഈസ് ഈക്വൽ ടു W1 മൈനസ് ബോയൻ ഫോഴ്സ്. ഇതിങ്ങനെ ഇക്വേഷനായിട്ട് പഠിക്കുകയൊന്നും വേണ്ട, എങ്കിലും എന്ത് ചെയ്യാം, ആ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. സോ എന്താണ്, ബോയൻ ഫോഴ്സ് 3 ന്യൂട്ടൺ, W1 എന്തായിരുന്നു 7 ന്യൂട്ടൺ. അപ്പോൾ W2ൻ്റെ വാല്യൂ എന്തായിരിക്കും,
വായിക്കാം. സോ W2 ഈസ് ഈക്വൽ ടു 4 ന്യൂട്ടൺ. റൈറ്റ്, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഞാൻ ആ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്തത് അത് പറഞ്ഞത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സെയിം ലിക്വിഡിൽ ഇഫ് ദ ലിക്വിഡ് ഈസ് സെയിം ഓർ ദ ലിക്വിഡ് ഈസ് കോൺസ്റ്റൻറ്റ്, ബോയിൻ ഫോഴ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. മെറ്റലും മെറ്റീരിയലോ ബോഡിയോ മാറിയാൽ. എക്സാമ്പിളായിട്ട് പറയാം, കെറോസിനിൽ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോൺ വെച്ചപ്പോഴും മെറ്റൽ വെച്ചപ്പോഴും സെയിം ബോയിൻ ഫോഴ്സാണ് വന്നത്. സോ ദ ബോയിൻ ഫോഴ്സ് ആക്ടിങ് വിൽ ബി സെയിം ഇൻ സെയിം ലിക്വിഡ്. ലിക്വിഡ് മാറുന്നതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബോയിൻ ഫോഴ്സ് മാറുന്നത്. ഓക്കെ, അത് കണ്ടീഷൻ മനസ്സിലായില്ലേ? ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം? ഒരു ഫാക്ടർ പഠിക്കാം. സോ അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോയിൻ ഫോഴ്സ്. ഓർമ്മ വേണം, ഫാക്ടേഴ്സായിട്ട് ഫസ്റ്റത്തെ ഫാക്ടർ എന്തായിരിക്കും? ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അത് എന്ത് ഫാക്ടറാണെന്ന് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്തായിരുന്നു? സിമ്പിളായിട്ട് റിലേഷൻ നോക്കാം. ഇതെന്താണ്? ഡെൻസിറ്റി. ഡെൻസിറ്റി കുറഞ്ഞപ്പോൾ ബോയിൻ ഫോഴ്സ് കുറഞ്ഞു. ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ബോയിൻ ഫോഴ്സ് കൂടി. ഡെൻസിറ്റി കൂടിയ മെറ്റീരിയലിനാണ് ഏറ്റവും കൂടുതൽ ബോയിൻ ഫോഴ്സ്, അല്ലേ? ഏറ്റവും കുറവ് ബോയിൻ ഫോഴ്സ് ഉള്ളത് 1 ന്യൂട്ടൺ ആണ്. അത് ഏറ്റവും കുറവ് ഡെൻസിറ്റി ഉള്ള ലിക്വിഡിനാണ് കിട്ടിയത്. ഏറ്റവും കൂടുതൽ ബോയിൻ ഫോഴ്സ് ഉള്ളത് എന്തിനാണ്? സലൈൻ വാട്ടറിനാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത്. സോ ഫസ്റ്റത്തെ ഫാക്ടർ ഒന്ന് വായിച്ചിട്ട് എഴുതാം കേട്ടോ. ഫസ്റ്റത്തെ ഫാക്ടർ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോയിൻ ഫോഴ്സ്. ഫസ്റ്റത്തെ ഫാക്ടർ ഡെൻസിറ്റി. ഓക്കെ, എന്തായിരുന്നു റിലേഷൻ? ബോയിൻ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. റൈറ്റ്, അതാണ് നമ്മൾ എന്ത് ചെയ്തത്? നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ എന്ത് ചെയ്തു? അത് പ്രൂവ് ചെയ്തെടുത്തു. അത് എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. പറ്റുകയാണെങ്കിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ വാല്യൂസ് എക്സാക്ട് വാല്യൂസ് ഒന്നുമല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് വാല്യൂസ് ആണ്, അപ്രോക്സിമേറ്റ് വാല്യൂസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ ഇതാണ് എന്ത്? ഫസ്റ്റത്തെ ഫാക്ടർ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോയിൻ ഫോഴ്സ് ഓർ ബോയൻസി ഈസ് ബോയൻസി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടേഴ്സിലോട്ട് തന്നെ പോകാം. അടുത്തൊരു ഫാക്ടേഴ്സ് നോക്കാം. ഓക്കെ, അടുത്തൊരു കണ്ടീഷൻ നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു? 2 മെറ്റീരിയൽ എടുത്തു. ഒന്ന് കോപ്പറും 2 അയണും എടുത്തു. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം എന്താണ് പറയുന്നത്? മാസാണ്. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാസ് സെയിം ആണെന്ന് പറയുന്നു. സെയിം മാസ് എടുത്തു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഡെൻസിറ്റി ഡിഫറൻസ് ഉള്ള 2 മെറ്റീരിയൽസാണ്, കോപ്പറും അയണും. എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പറിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ് അയണിനേക്കാളും. നമുക്കറിയുന്ന കാര്യമാണത്. ഡെൻസിറ്റി ഓഫ് കോപ്പർ ഈസ് ഹയർ ദാൻ എന്ത്? അയൺ. സോ മാസ് എന്താണ്? സെയിം ആണെന്ന് പറഞ്ഞു. സോ ഒബ്വിയസ്ലി ഇവിടെ എന്തുണ്ടാവും? ഒരു വോളിയം ഡിഫറൻസ് ഉണ്ടാവും. കാരണം എന്താണ്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഡെൻസിറ്റി എന്താണ്? ഡിഫറൻ്റ് ആണ്, മാസ് സെയിം ആണ്. സോ അത് ചേഞ്ച് എവിടെയാണ് ഉണ്ടാവുക? വോളിയത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഡെൻസിറ്റി കുറഞ്ഞ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യും? വോളിയം കൂടുതലായിരിക്കും. സോ എന്ത് ചെയ്യും? അയണിൻ്റെ വോളിയം കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് അയണിൻ്റെ വോളിയം കൂടിയതെന്നുള്ളത്? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പെരിമെൻറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. സ്പ്രിംഗ് ബാലൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? വെയിറ്റ് ഇൻ എയർ, വെയിറ്റ് ഇൻ വാട്ടർ ഒക്കെ എടുക്കണം രണ്ടിൻ്റെ. ഓക്കെ, ഇവിടെ കോപ്പറിൻ്റെതും അയണിൻ്റെതും എടുക്കും. ആ കോപ്പറിന് എന്ത് ചെയ്തു? എയറിൽ വെയിറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് നമുക്ക് എന്ത് ചെയ്തു? 5 എന്ന് കിട്ടി. അപ്പോൾ അയണിൻ്റെ എന്ത് കിട്ടും? വെയിറ്റിന് എയർ എന്തായിരുന്നു? കോപ്പറിനത് 5 എന്ന് കിട്ടി. അയണിന് എന്ത് കിട്ടും? 5 എന്ന് കിട്ടണം. കാരണം എന്താണ്? നമ്മൾ വെച്ചിട്ടുള്ള കണ്ടീഷൻ അതാണ്, മാസ് സെയിം ആണെന്നുള്ളത്. സെയിം മാസുള്ള 2 ഒബ്ജക്ട്സ്. സോ ഞാൻ എന്ത് ചെയ്തു? അത് വാട്ടറിൽ വെയിറ്റ് നോക്കുകയാണ്. വാട്ടറിൽ വെയിറ്റ് നോക്കുന്ന സമയത്ത് കോപ്പറിൻ്റെത് 3 എന്ന് കിട്ടി, അയണിൻ്റെ എന്ത് കിട്ടി? 2 എന്നും കിട്ടി. ഓക്കെ, സോ ഇവിടെ ഏതിനാണ് ബോയിൻ ഫോഴ്സ് കൂടുതൽ? എങ്ങനെയായിരുന്നു ബോയിൻ ഫോഴ്സ് കണ്ടത്? ദ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെയിറ്റ്, W1 മൈനസ് W2. W1 ഇതാണ്, W2 ഇതാണ്. അപ്പോൾ എന്താണ്? ബോയിൻ ഫോഴ്സ് ഓഫ് കോപ്പർ എത്രയാണ് കിട്ടുക? 5 മൈനസ് 3 2 എന്ന് കിട്ടും. ബോയിൻ ഫോഴ്സ് ഓഫ് എന്ത്? അയൺ എത്രയാണ് കിട്ടുക? 5 മൈനസ് 2 3 എന്ന് കിട്ടും. ന്യൂട്ടനാണ് ഫോഴ്സ്. ഇന്ന് എന്ത് മനസ്സിലാക്കാം? വോളിയം കൂടുന്നതിനനുസരിച്ചിട്ട് ബോയിൻ ഫോഴ്സ് കൂടും. റെഡി അല്ലേ? നമ്മളെന്ത് ചെയ്തു? നേരത്തെ ഡെൻസിറ്റിയുടെ കണ്ടീഷൻ പറഞ്ഞു.
അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വോളിയം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഭാഗത്ത് എന്ത് ചെയ്യും ഫോഴ്സ് നമ്മൾ നേരത്തെ ആദ്യം ബോയിന്റ് ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നുള്ള കണ്ടീഷൻ ഓർത്തുണ്ടെങ്കിൽ കൂടുതൽ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും ഈ പ്രഷർ ഡിഫറൻസ് ആക്ട് ചെയ്യുന്നുണ്ടാവും സോ എന്ത് ചെയ്യുന്നുണ്ട് വോളിയം കൂടുന്നതിനനുസരിച്ച് ബോയിന്റ് ഫോഴ്സ് കൂടും ദാറ്റ് ഈസ് അവർ സെക്കൻഡ് ഫാക്ടർ ഇഫ് വോളിയം ഇൻക്രീസസ് ബോയിന്റ് ഫോഴ്സ് ആൾസോ ഇൻക്രീസസ് നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോയിന്റ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ഓഫ് ദ ബോഡി ഓക്കെ ഇത് രണ്ടുമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഫാക്ടേഴ്സ് ആയിട്ട് പറയാനുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് പഠിച്ചത് മൊത്തം ഒന്നും കൂടി കൺസോൾട്ടേറ്റ് ചെയ്യാം നമ്മൾ ആദ്യം എന്ത് ചെയ്തു ഫ്ലൂയിഡ് എന്താണെന്ന് പറഞ്ഞു എന്താണ് ഫ്ലൂയിഡ്സ് എന്നും പറഞ്ഞു പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഡെൻസിറ്റി ഡിഫറൻസിന് പറഞ്ഞു പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഈ കല്ല് വെള്ളത്തിൽ നിന്ന് എടുക്കുന്ന എക്സാമ്പിളും നമ്മൾ കിണർന്ന് വെള്ളം കോരുന്ന എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ബോയിന്റ് ഫോഴ്സിനെ പറ്റി പറഞ്ഞു എന്താണ് ബോയിന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബോയിന്റ് ഫോഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ എന്ത് ചെയ്തു ബോയിന്റ് ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞു സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോയിന്റ് ഫോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം വെയിറ്റ് ലോസ് ആണെന്ന് പറയാം അല്ലേ ബോയിന്റ് ഫോഴ്സിന് എന്ത് ചെയ്യും W1 - W2 ആണ് വെയിറ്റ് ലോസ് നമ്മൾ ബോയിന്റ് ഫോഴ്സ് എന്ന് പറയാം അതുപോലെ തന്നെ ബോയിന്റ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ഡെൻസിറ്റി കൂടിയ വസ്തുക്കൾക്ക് എന്തായിരിക്കും ബോയിന്റ് ഫോഴ്സ് കൂടുതലായിരിക്കും അത് നമ്മൾ എന്ത് ചെയ്തു ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നമ്മൾ നോക്കി അതുപോലെ തന്നെ ബോയിന്റ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ഇപ്പോൾ വോളിയം കൂടിയ ഒബ്ജക്റ്റിന് എന്തായിരിക്കും ബോയിന്റ് ഫോഴ്സ് കൂടുതലായിരിക്കും ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചിട്ടുള്ളത് സോ സ്റ്റുഡൻസ് ഇതൊക്കെ എന്ത് ചെയ്യാം ഒന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഈ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ നിങ്ങൾക്ക് സ്പ്രിംഗ് ബാലൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിനുള്ളൊരു വഴി ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം എന്തെങ്കിലും ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു ടാക്ടിക്സ് നോക്കിയാൽ മതി സോ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി അത് മനസ്സിലാവും ഓർ ദിസ് ഇസ് അപ്രോക്സിമേറ്റ് വാല്യൂസ് സോ ഗൈസ് ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് നമ്മൾ വിചാരിക്കുന്നു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സോ എന്ത് ചെയ്യാം നമ്മുടെ ചാനൽ ഹൊറാരിയോയുടെ ക്ലാസ്സുകൾ നിങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അറിയാം ലോക്ക്ഡൗണിൻ്റെ സിറ്റുവേഷനിൽ നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന സിറ്റുവേഷനാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് പഠിക്കാനുള്ള ഈ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ